الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സർഗവസന്തം പെയ്തിറങ്ങുന്ന ഈദ് റബീഇന്റെ ഈ വേദിയിൽ പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയത്തിൽ അല്പം ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മനുഷ്യർക്ക് ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ആ ബന്ധങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിലേക്കുണ്ട്. സൃഷ്ടിലോകങ്ങൾക്ക് സർവ്വതിനെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുണ്ട്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടിജാലകങ്ങളെക്കുറിച്ച് അറിയലും വിശ്വസിക്കലും നാം ഓരോരുത്തരുടെയും കടമയാണ്. അതോടുകൂടെ നമ്മോട് സഹവസിക്കുന്ന മനുഷ്യരുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. മറ്റു ജീവജാലങ്ങളോടും ഭൂമിയോടും കടപ്പാടുണ്ട്. കടപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് മാതാവിനോടുള്ള കടപ്പാടാണ്. അതാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകണമെന്നോ വീട് നൽകണമെന്നോ അല്ല, മറിച്ച് ഇഹ്സാൻ എന്ന വാക്യമാണ് അവിടെ ഉപയോഗിച്ചത്. മാതാപിതാക്കൾക്ക് എന്തെല്ലാമാണ് വേണ്ടത് അത് മുഴുവനും നൽകണമെന്നാണ് ഖുർആനിന്റെ അധ്യാപനം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഖുർആൻ എടുത്തു പറയുന്നു, ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കൾ നിന്റെ അരികിൽ വാർദ്ധക്യമായി എത്തിയേക്കാം. ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത്. വതൻഹറുഹുമാ, അവരെ കൈവടിയരുത്. വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആധുനിക സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണ് വാർദ്ധക്യം എത്തിയതിന്റെ പേരിൽ അവരുടെ കിടപ്പാടം നിങ്ങൾ മാറ്റി അവരെ നിങ്ങൾ കൈവടിയരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നല്ല മയത്തിൽ ബഹുമാന പുരസരം സംസാരിക്കണം എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നാം ഓരോരുത്തരും മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹം പോലും എടുത്തു പറയരുത്. നാം ദിനേന ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെക്കാൾ കൂലിയും പ്രതിഫലവുമാണ് അള്ളാഹു ഇതിന് സംവിധാനിച്ചിട്ടുള്ളത്. ഉവൈസുൽ ഖർനി എന്നൊരു മഹാനുണ്ട്. കർണി എന്ന നാട്ടിൽ നിന്നും മദീനയിലേക്ക് പോകാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉവൈസുൽ ഖർനി പറയുകയാണ്, എനിക്ക് പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കണമെന്നാണ് ഉവൈസുൽ ഖർനി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉവൈസുൽ ഖർനിയെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നീ ദുആ ചെയ്യിപ്പിക്കണേ, കാരണം മാതാവിന്റെ പൊരുത്തം കിട്ടിയ മകനാണ്. മാതാവിന്റെ സ്നേഹം ഒരു അഗ്നിപർവ്വതം പോലെയാണ്. മാതാവിന്റെ സഹനം ഒരു സമുദ്രം പോലെയാണ്. മാതാവിന്റെ കാരുണ്യം ഒരു നദി പോലെയാണ്. മാതാവ് എന്നത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നിറകുടമാണ്. അതിൽ നിന്ന് എത്ര കോരിയാലും അതിന് യാതൊരു കുറവും സംഭവിക്കുകയില്ല. സ്വർഗത്തിലെ മധ്യത്തിലെ കവാടങ്ങളാണ് ഉമ്മയും ഉപ്പയും എന്നാണ് മുത്തുനബി അമ്മയെ പഠിപ്പിച്ചത്. സ്വർഗത്തിലേക്ക് കുറെ കവാടങ്ങളുണ്ട്. അതിൽ മധ്യത്തിലേതാണെന്ന് പറയുന്നതിന്റെ താല്പര്യം മാതാപിതാക്കളുടെ പൊരുത്തം ജീവിതത്തിൽ അനിവാര്യമാണ്. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.